സർക്കാരിനെ കുറിച്ചുള്ള വന്നോ? സർക്കാരിനെ പറ്റി ഉൾപ്പെടെയും പാർട്ടിക്ക് ഉൾപ്പെടെയും വിമർശനം വന്നില്ലെങ്കിൽ പാർട്ടി ഇല്ലാന്നും. ഞങ്ങളെ പറ്റിയൊന്നും വിമർശിക്കുന്നില്ല. അതേ ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങളെ പറ്റിയൊന്നും വിമർശിക്കുന്നില്ല, സംസ്ഥാന കമ്മിറ്റിയെ പറ്റി വിമർശിക്കുന്നില്ല, ഗവൺമെൻറ്റിനെ പറ്റി വിമർശിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ സമ്മേളനമില്ല, പാർട്ടിയില്ല. എല്ലാ വിമർശനമുണ്ട്. ആ വിമർശനമെല്ലാം പാർട്ടി കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. ആ മറുപടി കൂടി ചേരുമ്പോഴാണ് പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കമ്മിറ്റി വരുന്നത്. അതാണ് ഏകണ്ഠമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ സംശയം തീർന്നില്ലേ? അല്ല, ഇപ്പോൾ പിണറായി ഇരിക്കുമ്പോൾ വിമർശിക്കാനൊക്കെയുള്ള ധൈര്യം നിങ്ങളല്ലല്ലോ ഞങ്ങൾ. അല്ല, ചോദിക്കുക. അതാ ഞാൻ പറയും, നിങ്ങളല്ലല്ലോ ഞങ്ങൾ ആരിരുന്നാലും പറയേണ്ടത് മുഴുവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടി അവസ്ഥാനം. അവിടെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയ്യോ ഇനി എങ്ങനെയാണ് ഞാൻ പറയാ? അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അറിയാതില്ല. നല്ല രീതിയിലുള്ള പ്രക്രിയ നടന്നു. അതുകൊണ്ടാണ് നവീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള സെക്രട്ടറിയെ അല്ലെങ്കിൽ കമ്മിറ്റി തിരഞ്ഞെടുക്കൽ മാത്രമല്ല, അതൊരു നവീകരണ പ്രക്രിയയാണ്. ആ നവീകരണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സ്വയം വിമർശനവും ആ വിമർശനത്തിൻ്റെ മറുപടിയും ഇത്രയും കൂടി ചേരുമ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ടും നവീകരണ പ്രക്രിയയിൽ പാർട്ടി സഖാക്കളെ മുഴുവൻ ഭാഗമാക്കാൻ സാധിക്കുള്ളൂ. ആ പ്രക്രിയ നടന്നിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാവുന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടില്ല. അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള മുഴുവൻ വിമർശനവും അവരുന്നയിക്കും, സ്വയം വിമർശനവും അവരുന്നയിക്കും. ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ചില വിഭാഗീയ പ്രശ്നങ്ങളുണ്ട്. കരുനാഗപ്പള്ളിയിലും മറ്റുമൊക്കെ സാധാരണ നിലയിൽ കാണാത്ത ചില രംഗങ്ങളൊക്കെ പൊതുവായി ഈ പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രാദേശിക വിഭാഗീയത, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെ പരിഹരിച്ചോ? കൊല്ലത്തായാലും ആലപ്പുഴയായാലും എവിടെയും പിന്നെ എന്താ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഒരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇനി ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കും. പിന്നെ തെറ്റായ നിലപാടുകളെ ഒരിക്കലും ഈ പാർട്ടി അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകില്ല. തെറ്റായ എല്ലാ പ്രവണതക്കെതിരായിട്ടുള്ള അതിശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ളൊരു ഒരു നവീകരണമാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 10 കൊല്ലമായി ഭരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നേതാക്കൾക്ക് അല്ലെങ്കിൽ താഴെ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് താൻപോരിമ തലക്കനമൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതായത് അധികാരത്തിന്റെ ദുഷിപ്പുകൾ കേഡർമാരിലേക്ക് സന്നിവേശിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ ഇടയുണ്ട് എന്ന് പാർട്ടി കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തെറ്റിതിരുത്തൽ പ്രക്രിയയിലേക്ക് ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നത്. അത് സർവതല സ്പർശിയായ മേഖലയിലാണ്, ഏതെങ്കിലും ഒരു മേഖലയിലല്ല, മേലെ മുതൽ താഴെ വരെ. ഈ ജീർണത, അതായത് അധികാരത്തിൻ്റെ ജീർണത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഭൂഷ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതിൻ്റെയും ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ അപ്പോൾ കുടഞ്ഞു കളയാൻ എന്ന് പറഞ്ഞാൽ ആ ജീർണത അവസാനിപ്പിക്കാം. പിന്നെന്താ സംശയം? ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സംഘടനാ രംഗത്തും ആശയരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ഈ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ തെറ്റിതിരുത്തൽ പ്രക്രിയയിൽ ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അടുത്ത ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പുതിയ ധ്രുവീകരണമോ ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ മാധ്യമങ്ങളിൽ ഇപ്പോൾ പല വാർത്തകൾ വരുന്നുണ്ട്. ചില ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റിയാസ് പക്ഷം പിടിമുറുക്കി എന്നൊക്കെ വാർത്ത വന്നു. വെറുതെ അസംബന്ധം പറയുന്നതാണെന്ന് അതിന് ആര് മൈൻഡ് ചെയ്യാൻ പോകുന്നു? അത്തരം നെഗറ്റീവായ ഒരു കാണലുണ്ട്. ഞങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നെഗറ്റീവായ ഒരു കാര്യവും ഞാൻ ഇതിൻ്റെ അത് എടുക്കുന്നില്ല. പോസിറ്റീവായ കാര്യം കണ്ടെന്ന് മാത്രം. ഇനിയുള്ള ഇമാതിരി താന്നോന്നിത്വം പറയുന്ന കാര്യത്തിൽ ആര് പ്രതികരിക്കാൻ പോകുന്നു? ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ഇനിയുള്ള കാലത്ത് CPIM വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയത ഉണ്ടാകില്ല. വ്യക്തിപരമായ കേന്ദ്രീകരണമോ ഒന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാർട്ടി അനുവദിക്കില്ല. സംഘടനാപരമായിട്ടുള്ള നിയമം അനുസരിച്ച് തന്നെ അതിന് സാധ്യതയില്ല, സാധിക്കുകയില്ല. സമ്മേളനം കഴിഞ്ഞ് പുതിയ നേതൃത്വം വരുമോ? പുതിയ നേതൃത്വമല്ലേ തിരഞ്ഞെടുക്കുക? സ്വാഭാവികമായിട്ട് പഴയ നേതൃത്വം എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം ഉണ്ടാവുമെന്നാണ്. അല്ല, അതല്ല സമ്മേളനമല്ലേ തീരുമാനിക്കുക. ഞാനിപ്പോൾ തീരുമാനിക്കുന്നില്ലല്ലോ, ഞാനല്ലല്ലോ തീരുമാനിക്കണം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞ് ഇന്ററിമായി നടുക്കുള്ള സമയത്ത് സെക്രട്ടറി ആയതാണ്. സ്വാഭാവികമായും 3 ടൈം ഉണ്ട്. അപ്പോൾ മാറേണ്ട കാര്യമില്ല. അല്ല, സമ്മേളനത്തിൻ്റെ തീരുമാനമാണ് വരിക. അതെല്ലാം അത് മാറണോ, ആരൊക്കെ മാറണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് സമ്മേളനമാണ്. അപ്പോൾ സമ്മേളനം തീരുമാനിക്കും. അല്ല, അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി ഒരു മൂർത്തമായ ആലോചന സ്വാഭാവികമായും നടത്തേണ്ട സമയമായില്ലേ? സ്വാഭാവികമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട രേഖയുണ്ട്. ആ രേഖ പുതു കേരളത്തെ സംബന്ധിച്ചാണ്. നവകേരളം, അതിൻ്റെ നിലപാടുകളാണ് നമ്മൾ അവതരിപ്പിച്ചത്. പാർട്ടി സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചു, സമ്മേളനം ചർച്ച ചെയ്തു. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 3 കൊല്ലക്കാലം പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ ശ്രമിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നു? അത് പുതിയ ഒരു രേഖയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നാണ് ആ രേഖയുടെ പേര്.
നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഭൂതകാലമുണ്ട്, അതിനൊരു വർത്തമാനമുണ്ട്, അതിനൊരു ഭാവിയുണ്ട്. നവകേരളത്തെ ആര് നയിക്കണം എന്നുള്ള കാര്യം കൂടി നയിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്ക് സംശയമില്ല, അതുപോലെ തന്നെ ശശി തരൂരിന് സംശയമില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രന് സംശയമില്ല, കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾക്ക് സംശയമില്ലാതെ കൊണ്ടാണ് മൂന്നാമത്തെ പ്രാവശ്യവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന ഉത്കണ്ഠ. മൂന്നാം ഇടതുപക്ഷ സർക്കാരാണോ മൂന്നാം പിണറായി സർക്കാരാണോ? മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴല്ലല്ലോ തീരുമാനിക്കുക, അത് പിന്നെ തീരുമാനിക്കും. അല്ല, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ കൂടുതലായി കേന്ദ്രീകൃതമായി ഒരു വ്യക്തി ടീം അംഗങ്ങൾ ആരായാലും ക്യാപ്റ്റൻ ആരെന്നുള്ളത് പ്രധാനമാണ്. അതിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ക്യാപ്റ്റൻ ആരാണെന്നുള്ളതല്ലോ തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വരട്ടെ, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പാർട്ടി വ്യക്തമായ തീരുമാനം എടുക്കും. കൃത്യമായിട്ട് ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്നുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തർക്കം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ എത്രയാ മുഖ്യമന്ത്രിമാർ? അവസാനം കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു കുഞ്ഞാലിക്കുട്ടിയുണ്ട്, വി ഡി സതീശനുണ്ട്, കെ സുധാകരനുണ്ട്, പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്, പറ്റുമെങ്കിൽ നമുക്കെല്ലാവരും മുരളീധരനുണ്ട്, ചാൻസ് കിട്ടിയാൽ നമുക്കറിയുന്ന പോലെ ശശി തരൂരുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ കാത്തിരിക്കുന്ന KC വേണുഗോപാലുണ്ട്. ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചക്രാത്തി പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വെടിനിർത്തലുണ്ടായി എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെടി ഇനിയും തുടരും. ഇടക്കിടക്ക് വെടി നിർത്തുക, പിന്നെ വീണ്ടും വെടി തുടരുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ഇടതുമുന്നണി ക്യാപ്റ്റനെ ആലോചിക്കേണ്ട സമയമായിട്ടില്ല. ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ക്യാപ്റ്റനെ പറ്റിയോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ഒരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ മൂന്നാം പ്രാവശ്യത്തെ ഗവൺമെൻറ് ഈ കേരളത്തിൽ 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് സംശയമില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും സംശയമില്ല, ശശി തരൂരിന് സംശയമില്ല, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും സംശയമില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് സംശയമില്ല. അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാണെന്ന് സംബന്ധിച്ച് കുറേ പേരുകൾ ഇവിടെ സൂചിപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയിൽ അങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം പറ്റിയില്ല. ഇല്ലാത്തതിന്റെ കാരണം പിണറായി തന്നെ ആയിരിക്കും എന്ന ഒരു മൈൻഡ് സെറ്റ് അങ്ങ് രൂപപ്പെട്ടതുകൊണ്ടാണോ? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ചോദിക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അപ്പോഴും ആലോചിച്ച് ആവശ്യമായ തീരുമാനം എടുക്കും. ശരി, എന്തായാലും മികച്ച ഒരു സമ്മേളനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.